പെട്ടെന്ന് 2020 ബന്ധത്തിൽ അവസാനിപ്പിച്ചല്ലോ അഖിൽ മാരാർ. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിനായിട്ട് ലക്ഷ്മി പ്രിയ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ലക്ഷ്മി പ്രിയ, എങ്ങനെ കാണുന്നു? അഖിൽ മാരാർ ആ പാർട്ടി വിട്ടിട്ടുണ്ട്. അഖിൽ മാരാര് പാർട്ടി വിട്ടതിനെ ഞാൻ വേറൊരു തരത്തിൽ കാണുന്നില്ല. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഈ BJP നൽകിയ പാർട്ടി ഫണ്ട് അദ്ദേഹത്തിന് നൽകിയില്ല എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് തികച്ചും വിയോജിപ്പുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ BJP എന്ന് പറയുന്ന ഒരു പാർട്ടി അങ്ങനെ കാൻഡിഡേറ്റ്സിന് പണമോ മറ്റെന്തെങ്കിലും വാഗ്ദാനം ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും ഓരോരുത്തരും ഓരോ കാര്യത്തിലേക്ക് വരുന്നത് ഓരോ തരം ലക്ഷ്യങ്ങളെ വെച്ച് മുൻനിർത്തിക്കൊണ്ടായിരിക്കും. ഒന്നുകിൽ പണം, അല്ലെങ്കിൽ അധികാരം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പം അഖിൽ മാരാറിൻ്റെതെന്ന് വെച്ചാൽ അഖിൽ മാരാറ് കമ്പാരിറ്റീവ്ലി വളരെ ചെറിയ ഒരു പാർട്ടി പ്രവർത്തകനാണ്. അല്ലെങ്കിൽ 2020 എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പാർട്ടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. NDAയുടെ ഘടകകക്ഷിയായിട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം നോക്കൂ, നമ്മൾ ഓരോ വലിയ രാഷ്ട്രീയ പാർട്ടികളെ എടുത്തു നോക്കിയാലും CPM ആണെങ്കിലും കോൺഗ്രസിന്റെ ആണെങ്കിലും BJPയുടെ ആണെങ്കിലും ഒക്കെ തലമുതിർന്ന നേതാക്കന്മാരും വലിയ വലിയ നേതാക്കന്മാരും ഒക്കെ പാർട്ടി വിട്ടു പോയിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ അത്തരത്തിൽ വളരെ വളരെ ചെറുതായിട്ട് മാത്രമേ ഞാൻ അതിനെ ഇതിനകത്ത് ശ്രീമതി ലക്ഷ്മിപ്രിയ, ഇതിനകത്ത് ഇപ്പൊ അഖിൽ മാരാർ ഈ പണത്തിന്റെ കാര്യം പറയുന്നത് ഈ അദ്ദേഹം പാർട്ടിയിലേക്ക് വരാൻ വേണ്ടി പണം വാഗ്ദാനം ചെയ്തു എന്ന തെറ്റായ മട്ടിലായിരിക്കില്ല. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഓരോ സ്ഥാനാർത്ഥികൾക്കും പാർട്ടി മുന്നണി പണം കൊടുക്കുമല്ലോ. അപ്പോൾ ആ പണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ലഭ്യമാകേണ്ടുന്ന പണം ഈ സാബു എം ജേക്കബ് പാർട്ടിയിൽ നിന്ന് വാങ്ങി, BJPയിൽ നിന്ന് വാങ്ങി, പക്ഷെ അദ്ദേഹത്തിന് കൊടുത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സാബു എം ജേക്കബ് പണം BJPയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നത് അദ്ദേഹവും അഖിൽ മാരാരും കൂടി തെളിയിക്കേണ്ട വിഷയമാണ്. അതിൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ എൻ്റെ അറിവിൽ മത്സരിച്ച കാൻഡിഡേറ്റ്സിനടക്കം എന്നോടടക്കം നമ്മുടെ പാർട്ടിയുടെ ഒരു ലോക്കൽ മെമ്പറുമായിട്ട് ചേർന്നുകൊണ്ട് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നും പ്രത്യേകമായിട്ടൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നും 2020യുടെ നമ്മുടെ പ്രചരണത്തിന് ആവശ്യമായിട്ടുള്ള ഫണ്ട്, മുഴുവൻ ഫണ്ടും നമുക്ക് അതിലേക്ക് വരുമെന്നും നമുക്ക് പിന്നെ വാഹനം അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റ് പ്രചരണ പരിപാടികൾക്കും നമ്മുടെ കൂടെ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ ആ പണം ഉപയോഗിക്കാമെന്നും വളരെ വ്യക്തമായിട്ട് ശ്രീ സാബു എം ജേക്കബിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അഖിൽ മാരാരും അതേ ഫണ്ട് ഉപയോഗിച്ച് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികൾക്ക് പൈസ മുടക്കിയതെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇതിപ്പോ അദ്ദേഹം ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറയുന്നതായിരിക്കോ? ആയിരിക്കാം. ഇനിയിപ്പോ TVK പോലെയുള്ള പാർട്ടിയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ലേ? അപ്പൊ അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാവും, മുൻപും അഖിൽ മാരാര് പല പല പാർട്ടികളിൽ വന്നിട്ടുള്ള ആളാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാവും ഇതിനെ 2020യേക്കാൾ കുറച്ച് BJPയേക്കാളൊക്കെ മെച്ചപ്പെട്ടതും മറ്റേതെങ്കിലും ഒരു പാർട്ടിയാണെന്ന് അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു അഭിപ്രായം. TVKയുടെ സംസ്ഥാന നേതാവായിട്ട് വരുമോ ഇനിയിപ്പോ അഖിൽ മാരാറ്? അറിയില്ല, അഖിൽ മാരാർ ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. എന്നാലും ഈ അഖിൽ മാരാർ ഒരു കൊള്ളാവുന്ന, അത്യാവശ്യം വർത്താനൊക്കെ പറയാൻ പറ്റുന്ന ഒരാളായിരുന്നില്ലേ? സംസാരിക്കാനൊക്കെ ശേഷിയുള്ള ഒരാളായിരുന്നില്ലേ? അപ്പോൾ 2020ക്ക് ഒരു നഷ്ടമല്ലേ ലക്ഷ്മിപ്രിയ? എന്തോ കേട്ടില്ല, 2020ക്ക് ഒരു നഷ്ടമല്ലേ അദ്ദേഹത്തിന്റെ പോക്ക്? ഒരിക്കലും അല്ല. ഒരു പാർട്ടിക്കും ഒരാളും മസ്റ്റ് അല്ല. ഒരാൾ പോയി കഴിഞ്ഞാൽ അവരെക്കാൾ വലിയ പ്രചരണ മികവും വാക്ചാതുര്യമുള്ള മറ്റൊരാൾ തീർച്ചയായിട്ടും വരും. ഒന്നും അങ്ങനെ ഒരു രാത്രി കൊണ്ട് അസ്തമിച്ചു പോവില്ല. ശരി, വളരെ വളരെ നന്ദി. എന്നാൽ ഞങ്ങളോട് സംസാരിച്ചത് ശ്രീമതി ലക്ഷ്മിപ്രിയ. 2020യിൽ നിന്ന് ഏതായാലും അഖിൽ മാരാർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അഖിൽ മാരാർ നേരിട്ട് വന്ന് സംസാരിച്ചാലേ കൂടുതൽ എന്താണ് ഈ ഒരു ഇറങ്ങിപ്പോക്കിനൊക്കെ കാരണം എന്ന് മനസ്സിലാവുകയുള്ളൂ. ഇതിപ്പോൾ ശ്രീമതി ലക്ഷ്മിപ്രിയ പറഞ്ഞ പോലെ തന്നെ ഇതൊരു വലിയ പാർട്ടിയൊന്നുമല്ല 2020. മാത്രമല്ല അതിനകത്ത് ഇദ്ദേഹം ഇറങ്ങിപ്പോകുന്ന സംസ്ഥാനത്ത് രാഷ്ട്രീയത്തെ ആകപ്പാടെ പിടിച്ചു കുലുക്കുന്ന സംഭവമൊന്നുമല്ല. എന്നാലും ഈ തരത്തിൽ ഞാൻ ഉറപ്പായിട്ടും ജയിക്കുമെന്നൊക്ക് പറഞ്ഞ് മത്സരിച്ചിരുന്ന ഒരാൾ ഇങ്ങനൊരു ആരോപണം പറഞ്ഞുകൊണ്ട് ആ പാർട്ടി വിട്ടു പോകുന്നു. സാബു എം ജേക്കബിൻ്റെ പാർട്ടിയാണ്. അപ്പോൾ ആ നിലക്കൊരു കൗതുകമുണ്ട്. ഒപ്പം ഈ BJPക്കകത്ത് ഈ പണം എന്നുള്ളത് വലിയ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇങ്ങനൊരു ആരോപണം കൂടെ അദ്ദേഹം ഉന്നയിക്കുന്നത് എന്നത് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. നമുക്ക്